പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആ കാഴ്ചയിലേക്കാണ്. നാളെയാണ് ശിക്ഷാവിധി. പ്രതി മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ? പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വധശിക്ഷയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് ചെന്താമരയുടെ പ്രതികരണം എന്ന് നോക്കാം. പ്രതി പ്രതികരിച്ചിട്ടില്ല. നാളെ ശിക്ഷ വിധിക്കുകയാണ്. നാളെ ശിക്ഷ വിധിക്കുകയാണ്. ചെന്താമര ഒന്നും പ്രതികരിക്കുന്നില്ല. വാഹനത്തിലേക്കും മാധ്യമപ്രവർത്തകർ മയക്ക് നീട്ടുന്നുണ്ട്. ശിക്ഷാവിധി നാളെ വീഡിയോ കോൺഫറൻസിലൂടെയാണ്. ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കില്ല. വധശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ എന്താകും കോടതിയുടെ തീരുമാനമെന്ന് ഉറ്റുനോക്കപ്പെടുകയാണ്. ഇരട്ട കൊലപാതക കേസാണ്. ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം പുറത്തിറങ്ങിയ ചെന്താമര വീണ്ടും കൊലപാതകം നടത്തുകയായിരുന്നു. അതിനുശേഷം നടത്തിയ ഭീഷണി പ്രതികരണങ്ങളടക്കം ആ കുടുംബം ആശങ്കയോടെ കണ്ട സാഹചര്യങ്ങളടക്കം നമ്മുടെ മുന്നിലുണ്ട്. മുബഷീർ പി അക്ബറും ഇക്ബാൽ അറക്കലും തുടരുന്നുണ്ട്. മുബഷീർ, കോടതിക്ക് പുറത്ത് എത്തിച്ച ചെന്താമര ഒരക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടില്ല. കോടതിക്കകത്ത് ചെന്താമര എങ്ങനെയായിരുന്നു? ഇക്ബാലോട് ചോദിക്കാം. സ്മൃതി, ഒന്നും സംസാരിക്കാൻ ചെന്താമര തയ്യാറായിട്ടില്ല. ഇന്നലെ കോടതിയിൽ അതിനാടകീയമായിട്ടുള്ള രംഗങ്ങൾ നടന്നതാണ്. താൻ ഗാന്ധിജിയൊന്നുമല്ല എന്ന രീതിയിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയതാണ്. അതോടൊപ്പം തന്നെ തനിക്ക് വധശിക്ഷ തന്നെ നൽകിക്കോളൂ എന്നുള്ളതായിരുന്നു ചെന്താമര പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്ന ചെന്താമരയുടെ മുഖത്ത് ഇന്നും ഒരു തരത്തിലുള്ള കുറ്റബോധവും കാണാൻ സാധിക്കുന്നില്ല. ഇന്നും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ചെന്താമര ഇവിടെയുണ്ട്. ചെന്താമര എന്തെങ്കിലും പറയാനുണ്ടോ? കുറ്റബോധമുണ്ടോ ചെന്താമര? ചെന്താമര 3 കൊല്ലം അതാണ് സ്മൃതി. ചെന്താമരയുടെ മുഖഭാവം, ഒരു തരത്തിലുള്ള കുറ്റബോധവും അയാളുടെ മുഖത്തില്ല. മാനസാന്തരപ്പെട്ടിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതാണ്. 3 പേരെ കൊലപ്പെടുത്തിയ ചെന്താമര ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ബോയൻ നഗറിലെ ബാക്കിയുള്ള ആളുകളെ കൊലപ്പെടുത്തും, ആ മക്കളെ കൊലപ്പെടുത്തും, കേസിലെ പ്രധാനപ്പെട്ട ദൃക്സാക്ഷി കൂടിയായുള്ള പുഷ്പയെ കൊലപ്പെടുത്തും എന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ തന്നെയായിരുന്നു പ്രതിഭാഗം ഉയർത്തിയത്. അതോടൊപ്പം തന്നെ ഈ പ്രോസിക്യൂഷൻ ഉയർത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചുള്ള ശാസ്ത്രീയ തെളിവുകൾ, കൊലപാതകത്തിന് ശേഷം വീട്ടിൽ ഉപേക്ഷിച്ചു പോയ കൊടുവാളിനോടൊപ്പം ഇയാളുടെ വസ്ത്രത്തിൽ നിന്നുൾപ്പെടെ രക്തക്കറകൾ കണ്ടെടുത്തതും, ഈ കൊടുവാളിൽ നിന്നും കണ്ടെടുത്ത രക്തക്കറകൾ ഈ കൊല്ലപ്പെട്ട സുധാകരന്റെയും ലക്ഷ്മിയുടെയും DNA സാമ്പിളുമായിട്ട് സാമ്യപ്പെട്ടതെന്നുൾപ്പെടെ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായി മാറിയിരുന്നു. ഇതുൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ പ്രതിക്ക് വധശിക്ഷ തന്നെ നടപ്പിലാക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചത്. നേരത്തെ തന്നെ ഈ കുടുംബം, അവശേഷിക്കുന്ന മക്കൾ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. എന്നാൽ മാത്രമേ നീതി ഇവിടെ നടപ്പിലാകൂ. പ്രിയപ്പെട്ട അമ്മയെയും അച്ഛനെയും അവരുടെ അമ്മമ്മയെയും കൊലപ്പെടുത്തിയ ചെന്താമരയ്ക്ക് വധശിക്ഷ മാത്രമാണ്
ഒരു കുറ്റം നടപ്പാക്കാൻ സാധിക്കൂ എന്നുള്ളത് പറഞ്ഞതാണ്. എന്തായാലും അതിനിടയിൽ കൂടിയാണ് നിർണായകമായിട്ടുള്ള ഒരു നിരീക്ഷണം കോടതി ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച ഘട്ടത്തിൽ തന്നെ ഒന്നും പറയാനില്ല, വധശിക്ഷ നടപ്പിലാക്കിക്കോളൂ എന്നുള്ളതായിരുന്നു കോടതിയോട് ചെന്താമര പറഞ്ഞിരുന്നത്. താൻ ഗാന്ധിജി ഒന്നും അല്ലല്ലോ എന്ന ചെന്താമരയുടെ ആ പ്രതികരണം ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഇയാൾക്ക് വധശിക്ഷ തന്നെ നടപ്പിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ പ്രതിഭാഗം വിചിത്രമായുള്ള പല വാദങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ചെന്താമരയ്ക്കെതിരെ സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളത്, ശാസ്ത്രീയ തെളിവുകൾ ഒന്നും തന്നെ ശേഖരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അല്ലേ ഇക്ബാൽ, അത്തരത്തിലുള്ള വാദങ്ങളായിരുന്നല്ലേ പ്രതിഭാഗം ഉയർത്തി? തീർച്ചയായും മുബഷിർ, അതായത് പ്രതിഭാഗം അഭിഭാഷകനായിട്ടുള്ള ജേക്കബ് മാത്യു ഇന്ന് മുഴുവനും കോടതിയിൽ പറഞ്ഞത് പ്രതിക്ക് പരമാവധി കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. സാഹചര്യ തെളിവുകൾ മാത്രമുള്ളൊരു കേസാണ്. ഈ കേസിൽ നേരിട്ടുള്ള ഒരു സാക്ഷികളുമില്ല. പ്രതിയായിട്ടുള്ള ചെന്താമര കൊല നടത്തിയെന്ന് നേരിട്ട് കണ്ടു എന്ന് ഒരു സാക്ഷികളും കോടതിയെ അറിയിച്ചിട്ടില്ല. ആരും തന്നെ പ്രതി കൊല നടത്തുന്നത് കണ്ടിട്ടില്ല. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണ് എന്നൊരു നിലപാടിലായിരുന്നു തുടക്കം മുതൽ തന്നെ പോലീസ് കേസ് അന്വേഷിച്ചിരുന്നത്. FIR രജിസ്റ്റർ ചെയ്തതും അതിനുശേഷം മറ്റ് നടപടികൾ സ്വീകരിച്ചതും ഈ തെളിവുകൾ ശേഖരിച്ചതുമെല്ലാം പ്രതി ചെന്താമര തന്നെയാണ് എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ കേസിൽ ചെന്താമര പ്രതിയായത്. അതല്ലാതെ ചെന്താമരയ്ക്കെതിരെ യാതൊരു രീതിയിലുള്ള തെളിവുകളും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രതിയായിട്ടുള്ള ചെന്താമരയ്ക്ക് പരമാവധി കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രതിഭാഗം ഇന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതാണ് സ്മൃതി, അപൂർവങ്ങളായിട്ടുള്ള കേസാണ്. നേരത്തെ തന്നെ കോടതി കണ്ടെത്തിയതാണ് ചെന്താമര കുറ്റക്കാരനാണെന്നുള്ളത്. അതിനിടയിൽ കൂടിയാണ് കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം. ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ, ശാസ്ത്രീയ തെളിവുകൾ, അത് പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് ചെന്താമരയുടെ വധശിക്ഷയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. മനുഷ്യ മനസാക്ഷി നെടുക്കിയ ക്രൂര കൊലപാതകങ്ങൾ, ഞെട്ടിച്ച 3 കൊലപാതകങ്ങളാണ്. അതിനുശേഷം ചെന്താമരയുടെ പ്രതികരണങ്ങളും കേരളം കണ്ടതാണ്. ഇന്ന് പക്ഷേ മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിനും ചെന്താമര മറുപടി പറഞ്ഞില്ല. നിസ്സംഗനായി കോടതിക്ക് പുറത്തേക്ക് പോകുന്ന ചെന്താമരയാണ് കണ്ടത്. നാളെ ഇപ്പോൾ ഓൺലൈൻ വഴിയായിരിക്കും ഈ വിധി പ്രസ്താവം ഉണ്ടാവുക. ചെന്താമരയെ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കും.